ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പൊട്ടാറ്റോ സ്റ്റൂ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഭയങ്കര സിമ്പിൾ റെസിപ്പിയാണ്, കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് 2 മീഡിയം സൈസ് പൊട്ടാറ്റോ വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യണം. ഒരു കുഞ്ഞി സവാള നീളത്തിൽ അരിയണം, ഒരു കുഞ്ഞി ഇഞ്ചി നീളത്തിൽ അരിയണം, അതേപോലെ 3 പച്ചമുളക് എടുക്കണം, ആവശ്യത്തിന് വേപ്പില കൊടുക്കാം. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. സ്റ്റ്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാത്രം വെക്കുക. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോസ് ഇട്ട് കൊടുക്കാം. പൊട്ടാറ്റോസ് എപ്പോഴും വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യണതായിരിക്കും ഈ സ്റ്റ്യൂ ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് കൂടുതൽ. അതിലേക്ക് വേപ്പില, ഇഞ്ചി, പച്ചമുളക്, അതേപോലെ തന്നെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള എല്ലാം ചേർക്കാം. എന്നിട്ട് ഇളക്കി കൊടുക്കുക. പൊട്ടാറ്റോ മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിക്കുക. ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളമാണ് ഇവിടെ ഒഴിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ അത്യാവശ്യം ഉപ്പ് ചേർത്ത് കൊടുക്കുക, നന്നായിട്ട് ഇളക്കുക, എന്നിട്ട് മൂടി വെച്ച് വേവിക്കാം. കറി നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പൊട്ടാറ്റോ ഒരു ഹാഫ് കുക്ക്ഡ് ആയിട്ടുണ്ടാവും. ഈ സമയത്ത് നമുക്ക് തിൻ കോക്കനട്ട് മിൽക്ക് ഒഴിച്ച് കൊടുക്കുക, അതായത് തേങ്ങാപ്പാലിൻ്റെ 2ാം പാൽ ഒഴിക്കുക. ഇനി തേങ്ങാപ്പാലിൽ കിടന്ന് വേണം നമ്മുടെ പൊട്ടാറ്റോസൊക്കെ നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ട്, എന്നാലാണ് ആ സ്റ്റ്യൂവിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഉപ്പ് നോക്കുക, ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക, ഇളക്കുക, എന്നിട്ട് വേവിക്കുക. പൊട്ടാറ്റോസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കട്ടി തേങ്ങാപ്പാൽ ഒഴിക്കാം, അതായത് 1ാം പാൽ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം അവസാനമായിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ തൂകി കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെക്കാം. ഇപ്പോൾ നമ്മുടെ അടിപൊളി പൊട്ടാറ്റോ സ്റ്റ്യൂ റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്പിളാണ് ഉണ്ടാക്കാൻ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.